മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി പൊതുപ്രവർത്തകർ. ഇടുക്കി ജില്ലയുടെ ലോ റേഞ്ച് ഭാഗങ്ങളും എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കുന്നത് ഹൈറേഞ്ചിന് ഏറെ ഗുണകരമാണെന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണു പറഞ്ഞു. ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഗൗരവമായ ആലോചനയിലാണെന്നും കോൺഗ്രസ് പാർട്ടി ചർച്ചകൾക്ക് ശേഷം നിലപാട് വ്യക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ചർച്ച ഡോക്ടർ ബാബു പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ ചർച്ച വളരെ മുമ്പ് തന്നെ സജീവമായിരുന്നതാണ്. അപ്പം നമുക്കറിയാം, പത്തനംതിട്ട അവസാനമായിട്ട് ജില്ല രൂപീകരിച്ചതാണ്. കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ വിസ്തൃതമായ താലൂക്കാണ്. അപ്പോൾ ഈ താലൂക്കുകളെ വിഭജിച്ച് ഭരണ സൗകര്യാർത്ഥം അതിനെ ചെറുതാക്കുക എന്നുള്ളത് ഒരു നാടിന് ആവശ്യമാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയുടെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അതുകൊണ്ട് മൂവാറ്റുപുഴ ജില്ല രൂപീകരിച്ച് തൊടുപുഴയെ മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗമാക്കിക്കൊണ്ട് തൊടുപുഴ, പിറവം, കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ ഈ അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കുന്നത്തുനാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു ജില്ല എന്നുള്ളത് വളരെ ദീർഘകാലമായിട്ട് സജീവമായിട്ട് ചർച്ചയിലുള്ളതാണ്. സംസ്ഥാന ഗവൺമെന്റും ഏതാണ്ട് അത് ഒറ്റ ദിവസം 2 ദിവസം കൊണ്ടല്ല, ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും ആ പഠനത്തിന്റെ ഭാഗമായി പുതിയ ജില്ലകളുടെ രൂപീകരണത്തിന് അനുകൂലമാണ്. അപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളൊരു പ്രാദേശികവാദം പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അത് മലയോര മേഖലയ്ക്ക് കൂടുതൽ ഗുണകരമാകുമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വിശ്വാസം. മുമ്പൊക്കെ ജനസംഖ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇടുക്കി ജില്ലയ്ക്ക് കൂടുതൽ ഗുണകരമാകും. മൂവാറ്റുപുഴ ജില്ല രൂപീകരിച്ച് നമ്മുടെ ഈ ലോവർ റേഞ്ചിനെ അതിനോട് ചേർക്കുക ചെയ്താൽ ഹൈ റേഞ്ചിന്റെ കൂടുതൽ വികസനത്തിന് അത് ഉതകുമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.